ഒരു കൊച്ചുമിടുക്കി അങ്ങ് നാഷണൽസിൽ പോയി ഗോൾഡ് മെഡൽ നേടിയിരിക്കുകയാണ് സ്കേറ്റിംഗിൽ. ആ കൊച്ചുമിടുക്കിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, ഐറ ഐമൻ ഖാൻ. അടിപൊളിയായിട്ടാണല്ലോ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇത് എങ്ങനെയാ പഠിച്ചത്? എന്റെ അമ്മ എന്നെ ചെയ്യിപ്പിച്ചാണ് എനിക്കറിയാം. ആദ്യമൊക്കെ എങ്ങനെയാ ചെയ്തോണ്ടിരുന്ന ഓർമ്മയുണ്ടോ? കൊറേ വീണിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. കൊറേ വീണിട്ടുണ്ടായി. അപ്പൊ പേടിയൊന്നും ആയില്ലേ ഇങ്ങനെ പഠിക്കാനായിട്ട്? ഇല്ല, എനിക്ക് എന്നാലും ചെയ്യണം. എനിക്ക് ഇഷ്ടമാണ് സ്കേറ്റ് ബോർഡ്. ഈ ബോർഡിലാണ് ആദ്യം തൊട്ടേ പഠിച്ചോണ്ടിരുന്നത്? അല്ല, ഫസ്റ്റ് എനിക്ക് ടോയ് ബോർഡായിരുന്നു. എന്നിട്ട് ബാപ്പൊക്കെ അറിയാമായിരുന്നു ഞാൻ നല്ലോണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് റീൽ ബോർഡ് വാങ്ങിച്ചു. മാത്രം കുറച്ച് വലുതായിരുന്നു. അത് ചെയ്തുകൊണ്ട് വന്ന് എനിക്ക് പുതിയ ബോർഡ് കിട്ടിയത് പിസ്റ്റണിൻ്റെ. അതാ ഇപ്പൊ ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ള ബോർഡ്? ഏറ്റവും ഇഷ്ടമുള്ളതൊന്നുമല്ല, ഞാൻ ചെയ്യുന്നതും കൊണ്ടാ. മത്സരത്തിന് നാഷണൽസിലൊക്കെ മത്സരിക്കാൻ പോയപ്പോ ഈ ബോർഡ് വെച്ചിട്ടാണോ പോയത്? അല്ല, ഫസ്റ്റ് നാഷണൽസിനല്ല, സെക്കൻഡ് നാഷണൽസിനാണ്. ഇപ്പൊ നാഷണൽസിലൊക്കെ പങ്കെടുക്കുമ്പോ ഒരുപാട് കുട്ടികൾ ഉണ്ടാകുമല്ലോ ഇതേപോലെ ചെയ്യുന്ന പല പല ട്രിക്കുകൾ അറിയാവുന്ന കുട്ടികളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ടെൻഷൻ എന്തെങ്കിലും തോന്നിയോ? ബാംഗ്ലൂർ വെച്ചല്ലേ മത്സരം നടന്നത്? അവിടെ പോയിട്ട് കുറെ നേരം പ്രാക്ടീസ് ചെയ്തോ അതോ ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നേരെ പോയി മത്സരിക്കുകയാണോ ചെയ്തത്? അവിടെ ചെയ്തിട്ടുണ്ടായി പ്രാക്ടീസ്. അച്ഛൻ തന്നെയാണല്ലേ പ്രാക്ടീസ് മൊത്തം ചെയ്യിപ്പിക്കുന്നത്? എൻ്റെ അമ്മ എനിക്ക് അറിയുള്ള ട്രിക്സ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കണല്ലേ, അപ്പൊ എനിക്ക് ഓർമ്മ ഉണ്ടാകണേ ചെയ്യാൻ. എൻ്റെ അപ്പ പുതിയ ട്രിക്ക് പഠിപ്പിക്കും എനിക്ക്. ഇപ്പോൾ മോളുടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസില് വീണ് 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 പഠിക്കുന്നതാ കാണിക്കുന്നത്. കുറെ തവണ വീഴും എന്നാലും പിന്നെയും പഠിക്കും അങ്ങനെ. അപ്പൊ ഈ വീണ് കാലൊക്കെ വേദന എടുക്കില്ലേ? എന്റെ കാലിലൊക്കെ പൊട്ടിയിരിക്കണ്ട. അപ്പൊ റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും ചെയ്യും അല്ലേ? അങ്ങനത്തെ മടിയൊന്നും ഇല്ല. എത്ര സമയം പ്രാക്ടീസ് ചെയ്യും ഒരു ദിവസത്തില്? കുറെ നേരം പ്രാക്ടീസ് ചെയ്യും. രാവിലെയാണോ വൈകിട്ടാണോ? രാവിലെയും അല്ലെങ്കിൽ വൈകിട്ടും. അതിനു മുമ്പ് വാമപ്പ് ഒക്കെ ചെയ്യോ? വാമപ്പ് ചെയ്യണം. വാമപ്പിന് എന്തൊക്കെയാ ചെയ്യാ? ഹെഡ് റൊട്ടേഷൻ, മറ്റേ ഷോൾഡർ റൊട്ടേഷൻ, റിസ്റ്റ്, പിന്നെ ഹിപ്പ്, പിന്നെ ലെഗ്, പിന്നെ ഇവിടെ. എല്ലാ ദിവസവും അത് കറക്റ്റ് ചെയ്തിട്ടാ തുടങ്ങുക അല്ലേ? ചെയ്ത് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ ട്രിക്ക് ഏതാണ്? ഞാൻ ലാൻഡ് ആക്കി മറ്റേ അത് കിക്ക് ഫ്ലിപ്പ് ആയിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മള് ഇങ്ങനെ ചെയ്തില്ലേ, നമ്മള് പോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടേ എന്താ നമ്മൾ ലാൻഡ് ആവത്തില്ലേ, അത് കിക്ക് ഫ്ലിപ്പാ. കിക്ക് ഫ്ലിപ്പ് ഞാൻ കുറേ ട്രൈസ് എടുത്തിട്ടുണ്ട്. അപ്പം എന്താ ഏറ്റവും വലിയ ആഗ്രഹം എന്താ സ്കേറ്റിംഗില്? ഇപ്പൊ കുറെ ദൂരം ട്രാവൽ ചെയ്തൊക്കെ പോയി അങ്ങനെ സ്കേറ്റിംഗ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? വേറെ കൺട്രീസിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് ഒളിമ്പിക്സ് ജയിച്ചാ ഗോൾഡ് മെഡൽ. അപ്പൊ അങ്ങനത്തെ അതായത് ഒളിമ്പിക്സിലുള്ള മത്സരങ്ങളും ഒക്കെ മോള് കണ്ടിട്ടുണ്ടോ? വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഏറ്റവും ഇഷ്ടമുള്ള ഏതെങ്കിലും താരം ഉണ്ടോ ഇതില് സ്കേറ്റിംഗില്? ആരെങ്കിലും? സ്കൈബ്രോഡും ടോണി ഹോക്കിനെ ഇഷ്ടം. നല്ലോണം സ്കേറ്റ് ചെയ്യും. അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ട്രിക്ക് പഠിക്കാറുണ്ടോ? ചില ആൾക്കാരുടെ വീഡിയോസ് ആണെങ്കിൽ പഠിക്കാൻ. അപ്പൊ ഇതിന് ഉപയോഗിക്കുന്ന ഷൂസിനൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇതില് ഈ ഗ്രിപ്പ് വേണം. ഈ ഗ്രിപ്പ് പിന്നെ ഡ്രാഗൺ ഗ്രിപ്പ്, ഇവിടെ ഗ്രിപ്പ് വേണം. എനിക്ക് ഈ ഷൂ ഉള്ളത്. ഈ ചെറിയ സൈസിലുള്ള ഷൂ ഒക്കെ നമ്മുടെ കേരളത്തിൽ കിട്ടുമോ? അറിയോ അതൊക്കെ? രാവിലെ എന്ത് കഴിച്ചിട്ടാ വന്ന് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുക? രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണോ വരിക? ഫുഡ് ചെല്ലാമത്തല്ലെങ്കിൽ ചായ, മറ്റേ എന്തോ ഒരു സീരിയൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് ഞാൻ കഴിക്കും. അത് കഴിച്ചിട്ടായിരുന്നു ചിലവത്ത്. മോളുടെ ശരിക്കുള്ള സ്ഥലം ലക്ഷദ്വീപ് അല്ലേ? അവിടെ പോവാറുണ്ടോ? ചിലവത്ത് പോകാറുണ്ട്. അവിടെ സർഫ് ചെയ്യുന്നേ. സർഫിങ്ങും ഇഷ്ടമാണല്ലേ? അത് വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. സർഫിങ്ങിൽ ഇപ്പം എക്സ്പേർട്ട് ആയോ? അത്ര എക്സ്പേർട്ട് ആയില്ല, ഞാൻ പഠിക്കുന്നുള്ളൂ. ചെയ്യാൻ പറ്റും. ഇഷ്ടമാണ് ചെയ്യാൻ അല്ലേ? വെള്ളത്തിലൊന്നും ഇറങ്ങാനൊന്നും പേടിയൊന്നും ഇല്ല? ഇല്ല. ആദ്യം പേടി ഉണ്ടായിരുന്നോ? ആദ്യം ഞാൻ ഇല്ല, എനിക്ക് ഫാറ് പോകുമ്പോഴാണ് എനിക്ക് പേടി. വലിയ തിരമാലയൊക്കെ വരുമ്പോ പേടി വരും. എനിക്ക് വേവ്സിന് പേടിയാ. ബിഗ് വേവ്സ് ആകുമ്പോൾ എനിക്ക്. ഈ നാഷണൽസിൽ മത്സരിക്കാൻ പോകുന്ന സമയത്ത് അവിടെ കുറെ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അത് ദുബായിന്ന് അവര് ഉള്ളത്. അത് അവര്. അപ്പൊ അവരുടെ അടുത്ത് നിന്നൊക്കെ പുതിയ ട്രിക്ക് എന്തെങ്കിലും പഠിച്ചോ? എനിക്ക് അങ്ങനെ എനിക്ക്
അത് എനിക്കറിയില്ല. ഇവിടെ പഠിച്ചിട്ട് പോയല്ലേ അല്ലേ? ആ അപ്പൊ അവിടെ മത്സരിക്കുന്ന സമയത്ത് ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സ്കേറ്റിംഗ് ചെയ്യാൻ പേടിയൊന്നുമില്ല. ഇപ്പൊ അവിടെ സ്കേറ്റിംഗ് മത്സരത്തിന് മുമ്പായിട്ട് എന്ത് ഭക്ഷണമൊക്കെയാ കഴിച്ചിട്ടുണ്ടായിരുന്നെ? അത് അവിടെ നിന്ന് ഞാൻ ഇഡ്ഡലിയും കറിയുമ്മ കഴിച്ചത്. എത്ര മണിക്കായിരുന്നു അവിടെ മത്സരം? രാത്രിയാണോ അത് പകലാണോ നടന്നത്? മോർണിംഗ്. രാവിലെ മത്സരം? രാവിലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേഗം ചെയ്യണം. കൊറേ പേരുള്ളത് കൊണ്ട് 1 by 1 അല്ലേ നമ്മൾ വന്ന് ഇങ്ങനെ ചെയ്യുമ്പോ. കൊറേ പേരുണ്ട്, അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ബാംഗ്ലൂർ ചെയ്തില്ലേ? അതിന് മുമ്പ് എവിടെയാ മത്സരിക്കാൻ പോയത്? ചണ്ഡീഗഡ്. അവിടെ എങ്ങനെയുണ്ടായിരുന്നു? അവിടെ രസമുണ്ടായി. അവിടെ നല്ല കോൾഡാ. പനിയൊന്നും പിടിച്ചില്ലേ? പനി പിടിച്ചായിരുന്നു. എന്റെ ലിപ്പും പൊട്ടിയ. പനിയൊക്കെ പിടിച്ചിട്ടാണോ അവിടെ മത്സരിക്കാൻ പോയത്? ഫസ്റ്റ് അടിച്ചല്ലേ? ലിപ്പിന് എന്ത് പറ്റി, വീണതാണോ? അല്ല, എന്നിട്ട് ഇങ്ങനെ പൊട്ടത്തില്ല ചിലവത്ത് ഇങ്ങനെ. തണുപ്പ് കാരണം അല്ലേ? അപ്പൊ വേദനയൊക്കെ സഹിച്ചിട്ട് അവിടെ പോയല്ലേ? അപ്പൊ അവിടെയും കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായി അവിടെ. അവിടെ നിന്ന് എന്റെ കോമ്പറ്റീഷൻസിനും അവരെന്നെ എല്ലാം എനിക്ക് അറിയുന്നത്. ചണ്ഡീഗഡ് പോയപ്പോഴാണ് എനിക്ക് അറിയുന്നത് അവരെ. അപ്പൊ അവിടെ മത്സരിച്ച കുറെ ആൾക്കാർ ഇവിടെ മത്സരിക്കാനുണ്ടായിരുന്നോ? അപ്പൊ അവിടെയും ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ വ്യത്യാസം തോന്നുന്നത്? ഇപ്പം സ്കേറ്റിങ്ങിന് ഈ ഇതുപോലത്തെ സ്ഥലവും കാര്യങ്ങളും ഒക്കെ വ്യത്യാസം ഉണ്ടോ? അവിടെ ചണ്ഡീഗഡിൽ മറ്റൊരു സാധനമുണ്ട്, ഒരു പിരമിഡ്. അത് നമ്മൾ അതിന്റെ മേലിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ട്രിക്ക് ചെയ്യും. അവിടെ അത് ചെറിയ എന്നെ മേലിങ്ങനെ പോകുന്നതല്ലേ. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ കയറിയിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കത്തില്ലേ, സെൻറ്ററിൽ ബാലൻസ് ചെയ്തിട്ട് പിന്നെ അത് ഇറങ്ങിപ്പോയി കാണും. സിമ്പിളായിട്ട് പോകും. അത് ഞാൻ ചെയ്ത അത് നമ്മളുടെ ഇവിടെ ഇല്ല. പിന്നെ കുറച്ച് സ്ട്രീറ്റിലല്ലേ, സ്ട്രീറ്റില് മറ്റേ നമ്മളെ റാമ്പ് പോലത്തെ ഇങ്ങനെ ഒരു നമ്മൾക്ക് ഈ സാധനം മാത്രമേ ഉണ്ടാവും, ഒരു റെയിൽ മാത്രമേ ഉള്ളൂ. അവർക്ക് ഇങ്ങനെ ഒരു സാധനം പോയിട്ട് ഇങ്ങനെ എന്താ ഇവിടെ ഒന്നും ഇല്ല ചാടിപ്പോകുന്ന സാധനമുണ്ട്. അതിൻ്റെ പേര് ലഡ്ജ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറേ ഉണ്ട് അവിടെ. അതല്ലേ വാർക്ക ചണ്ഡീഗഡ്. ഈ മത്സരിക്കാൻ പോകുമ്പോഴേ ഓരോ കുട്ടികളും ഇത് തന്നെ ചെയ്യണം എന്ന് അവര് നമുക്കിങ്ങനെ ഇൻസ്ട്രക്ഷൻ തരുമോ, അതോ നമുക്കറിയാവുന്ന ട്രിക്ക് അവിടെ പോയിട്ട് ചെയ്യണം, അങ്ങനെയാണോ? നമുക്കിപ്പോ അറിയുന്ന ട്രിക്കല്ലേ, 45 മിനിറ്റ്സോ 1 മിനിറ്റിലോ നമ്മൾ ചെയ്യണം. അവിടെ നിന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അപ്പല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ വേറെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ മെന്റേഴ്സോ അങ്ങനെ കോച്ചുമാർ അങ്ങനെ ആരെങ്കിലും അവര് പ്രൊവൈഡ് ചെയ്യുമോ? ഇല്ല, അതെനിക്കില്ലായിരുന്നു. ഞാനായിരുന്നു ഏറ്റവും ചെറുതല്ലാണ്ട്. ഞാനല്ലേ എല്ലാരും കണ്ട ഞാനായിരിക്കും താഴെ ഉള്ളത്. എന്നിട്ട് ഗോൾഡ് മെഡൽ അടിച്ചിട്ടല്ലേ വന്നത്. ഇപ്പം മോളുടെ സ്കൂളിംഗ് ഒക്കെ എങ്ങനെയാ? സ്കൂളിംഗ് ഓൺലൈൻ ക്ലാസ്, സൈബോർഡ് സ്കൂൾ 1B അല്ലേ? എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ? ഉണ്ട്. അവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്. ഡാൻസ് ഞാൻ കളിക്കും. എത്ര നാളായി പഠിക്കുന്നു? ചലാമത്തുണ്ട് ക്ലാസ്സില്, ചലാമത്ത് ഡാൻസ് ക്ലാസ്. സ്കൂളിന്റെ സിലബസിന്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെ ഡാൻസും പഠിപ്പിക്കും അവിടെ? അവിടെ ഡാൻസും പഠിപ്പിക്കും. അത് ഓൺലൈൻ ആയിട്ട് തന്നെയാണല്ലേ? കുറേ ഉണ്ട്. ഒരു ബ്രേക്ക് കഴിഞ്ഞാൽ അടുത്ത ബ്രേക്ക്, ഒരു ബ്രേക്ക് കഴിഞ്ഞാൽ അടുത്ത ബ്രേക്ക്. എത്ര മണിക്ക് ക്ലാസ് തുടങ്ങും? 9 o'clock. എത്ര മണിക്ക് തീരും? അത് ഫുള്ളും തീരുന്ന എനിക്കറിയില്ല. ഫുള്ളും തീരുന്ന എനിക്കറിയില്ല. രാവിലെ എത്ര മണിക്ക് എണീക്കും? വരണേ രാവിലെ 6 മണിക്കൊക്കെ വരണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് വെയിലാവത്തില്ലേ? അത് അങ്ങനെ കുഴപ്പമില്ല, എനിക്ക് വെയിൽ കൊണ്ടാലും പ്രശ്നമല്ല, ഞാൻ ചെയ്യുന്നുള്ളൂ. ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ. ഇപ്പൊ മഴക്കാലം ആകുമ്പോ ഇവിടെയൊക്കെ ഇങ്ങനെ പായലൊക്കെ പിടിക്കുകയോ തെന്നൊക്കെ ചെയ്യുമോ? അപ്പൊ ആ സമയത്ത് മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ചെറുതായിട്ട് വെള്ളം ഫ്ലഡാണ്. അത് നമ്മൾ ഐസാനം കണ്ട ഐസാനത്തിൽ നമ്മൾ വെള്ളം അകത്ത് നമ്മൾ അത് ഓപ്പൺ നല്ല ഹെവിയാ. അതെനിക്ക് ഇഷ്ടമായി. ചില നോട്ട് നല്ല വെള്ളമല്ല, എന്നാലും ഞാൻ ഒരു ദിവസം കുളിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഒരു വീഡിയോ ഉണ്ട് ജേംസ് എല്ലാം ഉള്ള, അതുകൊണ്ട് ഞാൻ ഒന്നും ഇല്ല. പിന്നെ സമയത്ത് ഇതില് സ്കേറ്റിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? വെള്ളമാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് ഒരു സാധനം കണ്ട ബിയറിംഗ് എന്നാ പറയുന്നത്. അത് വെള്ളം എത്തുമ്പോൾ അത് പോയിപ്പോവും.
നല്ല സ്പീഡ് വേണമല്ലേ പോകുമ്പോൾ. അത് പിന്നെ ഗ്രിപ്പ് ടൈപ്പ് ഇല്ലേ, നമ്മളെ ഗ്രിപ്പ് പോവും, അതും പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ സൂപ്പറായിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ സ്ലാഷ് ആയി പോവും, ഇങ്ങനെ കാർസൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ രസമുണ്ടാവും. അപ്പൊ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യാൻ സമയം കുറഞ്ഞു പോവാറുണ്ടോ, ഈ മഴ വെള്ളമൊക്കെ മാറ്റിയിട്ട് വരുമ്പോഴത്തേക്ക്? അപ്പൊ നമ്മൾ അതിന്റെ മേലില്ലേ, ആ മേലില് നമ്മൾ ചെയ്യും. ആ സ്ട്രൈറ്റ് ട്രിക്സ് ഒക്കെ ചെയ്യും. അത് ചെയ്തിട്ട് കുറേ നേരം കഴിയുമ്പോൾ അതല്ലേ, അത് മറ്റേ ഡ്രൈ ആയി പോവും എല്ലാവരും. അപ്പോൾ നമ്മൾ ചെയ്യും. അപ്പോൾ ഇനി ഈ ഇപ്പോൾ 2 മത്സരങ്ങൾ കഴിഞ്ഞ് 2ലും ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ത് മത്സരത്തിൽ പങ്കെടുക്കണം എന്നാണ് ആഗ്രഹം? അടുത്ത് ഇപ്പോ ഇത് വരുന്നത് റാങ്കിങ്. ആ ഈ കോമ്പറ്റീഷൻ അടുത്താണ് എനിക്ക് ചെയ്യാനുള്ളത്.